കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ദൈവവചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ജനുവരി മാസത്തിലേക്കുള്ള പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം. പുതുവർഷത്തിൽ പ്രത്യാശയുടെ വിശ്വാസയാത്ര തുടരണം മാർപ്പാപ്പ. വത്തിക്കാന്റെ മതാന്തര സംവാദത്തിനായുള്ള ഡിക്കാസ്ട്രിയിൽ മലയാളി വൈദികൻ. സമുദായ ശക്തീകരണ വർഷം കാലോചിതം മേജർ ആർച്ച് ബിഷപ്പ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയെന്നുള്ള അവകാശവാദം വഞ്ചനാപരം കത്തോലിക്ക കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. ദൈവവചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ജനുവരി മാസത്തിലേക്കുള്ള പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം. ജനുവരി മാസത്തിലേക്കുള്ള പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു. ദൈവവചനം ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നതാണ് ഈ മാസത്തെ നിയോഗം. മാർപ്പാപ്പയുടെ വീഡിയോ ഉൾപ്പെടുത്തി കാവ്യരൂപത്തിലുള്ള പ്രാർത്ഥനയോടെയാണ് ജനുവരി മാസത്തിലെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വചനം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നയിക്കാനായിട്ടാണ് ഈ മാസം പ്രാർത്ഥിക്കേണ്ടത്. പുതുവർഷത്തിൽ പ്രത്യാശയോടെ വിശ്വാസയാത്ര തുടരണം മാർപ്പാപ്പ. പ്രത്യാശയുടെ ജൂബിലി വർഷം അവസാനിച്ചുവെങ്കിലും പുതുവർഷത്തിൽ പ്രത്യാശയോടെ വിശ്വാസയാത്ര തുടരണമെന്ന് ലിയോ 14 പാപ്പ. ലോകത്തിന് സുവിശേഷത്തിന്റെ സദ്വാർത്ത നൽകുന്നതിന്റെ പ്രാധാന്യവും അദ്ദേഹം പറഞ്ഞു. 2026 ആദ്യ ബുധനാഴ്ചയിലെ പൊതു കൂടിക്കാഴ്ചയിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. ക്രിസ്മസ് രഹസ്യത്തിൽ നാം ധ്യാനിക്കുന്ന യേശു നാം ആരംഭിച്ച പുതുവർഷത്തിൽ നമുക്കേവർക്കും ഉറപ്പുള്ള വഴികാട്ടിയാകട്ടെ, പാപ്പ ആശംസിച്ചു. വത്തിക്കാന്റെ മതാന്തര സംവാദത്തിനായുള്ള ഡിക്കാസ്ട്രിയിൽ മലയാളി വൈദികൻ. വത്തിക്കാന്റെ മതാന്തര സംവാദത്തിനായുള്ള ഡിക്കാസ്ട്രിയിൽ ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ഫാദർ ജോസഫ് ഇ ടോലി നിയമിതനായി. വിവിധ മതങ്ങൾക്കിടയിൽ ബന്ധവും സൗഹൃദവും വളർത്താനും പരിപോഷിപ്പിക്കാനുമായി 1964 സ്ഥാപിതമായതാണ് ഈ ഡിക്കാസ്ട്രി. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപോലിത്തൻ പള്ളി ഇടവാംഗമാണ് ഫാദർ ജോസഫ് ഇ ടോലി. സമുദായ ശക്തീകരണ വർഷം കാലോചിതം മേജർ ആർച്ച് ബിഷപ്പ്. 2026 സീറോ മലബാർ സഭ ആചരിക്കുന്ന സമുദായ ശക്തീകരണ വർഷം കാലോചിതവും പ്രവാചക തുല്യവുമാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സീറോ മലബാർ സഭയുടെ 34ാമത് മെത്രൻ സിനഡിന്റെ 1ാം സമ്മേളനം സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ്. സഭയെന്ന നിലയിൽ നാം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ കേവലം ഭരണപരമെന്നതിനേക്കാൾ ആഴമായ ആത്മീയമാനമുള്ളവയാണെന്ന് തിരിച്ചറിയണം. സമുദായ ശക്തീകരണം എന്നത് കേവലം ഒരു കാര്യപരിപാടിയോ മുദ്രാവാക്യവുമല്ല, മറിച്ച് സുവിശേഷത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന സഭാപരമായ പ്രതിബദ്ധതയാണെന്ന് മാർ തട്ടിൽ പറഞ്ഞു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയെന്നുള്ള അവകാശവാദം വഞ്ചനാപരം കത്തോലിക്ക കോൺഗ്രസ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ഭൂരിഭാഗം നിർദ്ദേശങ്ങളും നടപ്പാക്കിയെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നയം തികച്ചും അവഹേളനപരവും സമുദായത്തെ വഞ്ചിക്കുന്നതുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര സമിതി. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോലും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ വിഷയം ആവശ്യപ്പെട്ട് വിവരാവകാശ പ്രകാരം 3 തവണ സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിട്ടും സർക്കാർ നിരാകരിക്കുകയാണ് ഉണ്ടായത്. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയോ നടപ്പാക്കുകയോ ചെയ്യാതെ ഇതിന്റെ പേരിൽ ഒരു സമുദായത്തെയും ജനതയെയും അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തെറ്റിദ്ധാരണജനകമായ വാർത്തകളും തെറ്റായ പ്രഖ്യാപനങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരിക്ക് ചേർന്നതല്ല, കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഇനി അടുത്ത ചൊവ്വാഴ്ച. നന്ദി.